ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. പടിഞ്ഞാറ് നിന്നൊരു സിദ്ധൻ. 1937 സത്യന് 11 വയസ്സായി. കമലാപുരത്തും സത്യന് ആരാധകരായ കളിക്കൂട്ടുകാർ ധാരാളം. ഒരു വൈകുന്നേരം കൂട്ടുകാരത്ത് ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ബാലസംഘം കമലാപുരം റെയിൽവേ സ്റ്റേഷൻ വഴി പോയി. മെല്ലെ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയുടെ ജനലിൽ കൂടി ബാലന്മാരെ കണ്ട് പുളകം പൂണ്ട് ഒരു വിദേശി പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു ചാടി. ബാലൻസ് തെറ്റി അദ്ദേഹം വീണു. ബാലസംഘം പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. സത്യൻ പറഞ്ഞു, പേടിക്കണ്ട, അദ്ദേഹം എന്നെ കാണാൻ വന്നതാണ്, അതുകൊണ്ട് വീഴ്ചയിലൊന്നും പറ്റുകയില്ല. ആ വിദേശി സത്യന് ചുറ്റും ആഹ്ലാദമത്തനായി നൃത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, വലിയ സന്തോഷം. ഞാൻ കണ്ടു, ഞാൻ അങ്ങയെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. അന്നുണ്ടായ സംഭവത്തിൻ്റെ വിശദീകരണം പിന്നീട് ഒരിക്കൽ ഭഗവാൻ വിദ്യാർത്ഥികൾക്ക് നൽകി. അതിങ്ങനെ: ഊൾഫ് മെസ്സിങ്ങിൻ്റെ ജനനം പോളണ്ടിൽ 1899 സെപ്റ്റംബർ 10. നവജാത ശിശുവിൻ്റെ മുഖപ്രഭ കണ്ട് മാതാപിതാക്കൾ വിസ്മയിച്ചുപോയി. ജനനം മുതലേ വളരെ പ്രത്യേകതകൾ കുഞ്ഞ് പ്രകടിപ്പിച്ചു. ശൈശവത്തിൽ തന്നെ തനിയെ ഇരുന്ന് ചിരിക്കും, സംസാരിക്കും, കൈകൾ ചലിപ്പിക്കും. 6-ാം വയസ്സിൽ ധ്യാനിക്കാനും തുടങ്ങി. മെസ്സിങ്ങിന് 9 വയസ്സായ കാലം ഒരിക്കൽ നീളൻ കുപ്പായമിട്ട ചെറിയ താടിയുള്ള ഒരു വൃദ്ധൻ ചെറിയൊരു റൊട്ടിയുമായി മെസ്സിങ്ങിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹം കുട്ടിയെ വിളിച്ചു. ബാലൻ ഇറങ്ങിച്ചെന്നു. വൃദ്ധൻ പറഞ്ഞു, മകനെ, ലൗകിക വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയത്തിൽ നീ പോകരുത്. നിനക്കത് നല്ലതല്ല. നിന്നിൽ ഇനിയും ആധ്യാത്മികത വേണ്ട വിധം ഉണർന്നിട്ടില്ല. അതിനാൽ ഞാൻ പറയുന്നത് കേൾക്കുക. മുത്തച്ഛ, അങ്ങ് ആരാണ്? എവിടുന്ന് വരുന്നു? ബാലൻ ആകാംക്ഷയോടെ തിരക്കി. അതൊക്കെ പിന്നൊരിക്കൽ പറയാം. നിന്നിൽ ആധ്യാത്മികതയുടെ നിറവുണ്ട്. അത് പുറത്തു വരാൻ കുറച്ചു സമയം വേണം. ഇക്കാര്യം നിന്നോട് ഉപദേശിക്കാൻ വന്നതാണ് ഞാൻ. എൻ്റെ വാക്കുകൾ മറക്കരുത്. ഞാൻ പോകുന്നു. ഇത്രയും പറഞ്ഞ് വൃദ്ധൻ മറഞ്ഞു. ഈ ദർശന സംഭാഷണങ്ങൾ ബാലന്റെ ജീവിതം മാറ്റിമറിച്ചു. അന്നു മുതൽ ആധ്യാത്മിക കാര്യങ്ങളിൽ ബാലന് ശരിയായ താല്പര്യം ജനിച്ചു. ഈശ്വര സാക്ഷാത്കാരത്തിന് മനം വെമ്പി തുടങ്ങി. കുട്ടി മുതിർന്നു. മാതാപിതാക്കൾ അവനെ സ്കൂളിൽ അയക്കാൻ ശ്രമിച്ചു. ബാലൻ വഴങ്ങിയില്ല. അവൻ മണ്ടനെ പോലെ അഭിനയിച്ചു. ഒടുവിൽ ഒരിക്കൽ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ യാത്രയായി. അത്ഭുതമെന്ന് പറയട്ടെ, ഈ യാത്രയിൽ ഒരു അധികാരിയും ബാലനോട് യാത്രാ ടിക്കറ്റ് ചോദിച്ചതേയില്ല. ഒരു അദൃശ്യശക്തി തന്നെ നയിക്കുന്നതായി ബാലന് ബോധ്യപ്പെട്ടു. നിരന്തരം ആത്മതത്വചിന്തയിൽ മുഴുകിയ ബാലന് സിദ്ധികൾ പലതും കൈവന്നു. സ്റ്റാലിൻ ഭരണകൂടം തകരുമെന്ന് വൂൾഫ് മെസ്സിങ് പ്രവചിച്ചു. പിന്നീട് അത് സത്യമാവുകയും ചെയ്തു. ഒരു തീവണ്ടി യാത്രക്കിടയിൽ താൻ പറക്കും തളിക കണ്ട കാര്യം പറഞ്ഞു. മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. മറ്റേതോ ഒരു ലോകത്തിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മുഴുവനും. ഹിറ്റ്ലർ കിഴക്കൻ ദേശങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങും. അതോടെ അയാളുടെ അധപതനം ആരംഭിക്കും. മെസ്സിങ്ങിൻ്റെ പ്രവചനം ഹിറ്റ്ലറെ ചൊടിപ്പിച്ചു. ഹിറ്റ്ലറുടെ പട്ടാളം മെസ്സിങ്ങിനെ ബന്ദിയാക്കി. പക്ഷേ തൻ്റെ ദിവ്യമായ ആത്മീയ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം ആ രാജ്യം വിട്ടു. പിന്നീട് റഷ്യയിലെത്തി. മറ്റൊരിക്കൽ ഭഗവാൻ സ്റ്റാലിനും വൂൾഫ് മെസ്സിങ്ങും തമ്മിലുണ്ടായ ഒരു സംഭവം വിവരിച്ചു. സ്റ്റാലിൻ മെസ്സിങ്ങിൻ്റെ ദിവ്യശക്തിയിൽ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം മെസ്സിങ്ങിനെ ദിവ്യശക്തി തെളിയിക്കാൻ വെല്ലുവിളിച്ചു. ഒരു ദിവസം താൻ ക്രെംലിൻ ഭരണ സമുച്ചയത്തിലുള്ള സ്റ്റാലിൻ്റെ ഓഫീസിൽ വരുമെന്ന് മെസ്സിങ് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. താൻ ചെല്ലുന്ന ദിവസവും സമയവും കൃത്യമായി സ്റ്റാലിനെ അറിയിച്ചു. സ്റ്റാലിൻ ഉത്തരവിറക്കി. ആ ദിവസം സമയം ഒരാളെയും ക്രെംലിൻ ഓഫീസിലേക്ക് ഒരു കാരണവശാലും കടത്തിവിടരുത്. അതിനായി പ്രത്യേകം സുരക്ഷാഭടന്മാരെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ മെസ്സിങ് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ സ്റ്റാലിൻ്റെ മുന്നിലെത്തി. സ്റ്റാലിൻ അന്ധാളിച്ചു പോയി. തൻ്റെ സെക്യൂരിറ്റി സന്നാഹങ്ങളെ മറികടന്ന് എങ്ങനെ ഓഫീസിൽ വന്നുവെന്ന് സ്റ്റാലിൻ തിരക്കി. മെസ്സിങ് പറഞ്ഞു, സെക്യൂരിറ്റിക്കാരെ കണ്ടപ്പോൾ ഞാൻ സ്വയം സങ്കല്പിച്ചു, ഈ പോകുന്നത് സ്റ്റാലിനാണ്. താങ്കളുടെ ഉദ്യോഗസ്ഥർ പിന്നെ കണ്ടത് എന്നെയല്ല, അവർ എന്നിൽ താങ്കളെ തന്നെ കണ്ടു. പിന്നെ അവർക്ക് എങ്ങനെ എന്നെ തടയാനാകും? 1917 കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളുടെ അധികാരം അവിടെ പ്രബലനായതോടെ ഈശ്വരനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പാടില്ലായിരുന്നു. പക്ഷേ മെസ്സിങ് ഭയന്നില്ല. ആധ്യാത്മിക കാര്യം മാത്രം അദ്ദേഹം സംസാരിച്ചു നടന്നു. യാത്രക്കിടയിൽ മെസ്സിങ് ഭാരതത്തിലെത്തി. ഹിമാലയത്തിൽ പോയി ധാരാളം യോഗിമാരെയും ഋഷിമാരെയും സന്ദർശിച്ചു. ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്തു. 1936 അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കടുപ്പയിൽ വന്നു.
കമലാപുരം വഴി അനന്തപുരിലേക്കുള്ള യാത്ര ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ പ്രഥമ ദർശനം ഉണ്ടായത്. ഭഗവാൻ അക്കഥ വിവരിച്ചതിങ്ങനെ: ഞാൻ കമലാപുരത്ത് പഠിക്കുന്ന കാലം കൂട്ടുകാർക്കൊപ്പം കമലാപുരം സ്റ്റേഷൻ ഭാഗത്തേക്ക് എന്നും പോകാറുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആ വഴി ട്രെയിൻ വളരെ കുറച്ചേ ഉള്ളൂ. പതിവ് പോലെ ഞങ്ങൾ അവിടെ ഇരുന്നു. സുഹൃത്തുക്കൾ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഉത്തരവും നൽകിക്കൊണ്ടിരുന്നു. ഈ സമയം ഒരു തീവണ്ടി വന്നു. വണ്ടിയുടെ ജനലിലൂടെ ഒരു വെള്ളക്കാരൻ ഊൾഫ് മെസ്സിങ് എന്നെ കണ്ടു. ട്രെയിൻ നീങ്ങാൻ തുടങ്ങി. എന്നെ കണ്ടതും തിക്കി തിരക്കി അദ്ദേഹം വണ്ടിയിൽ നിന്ന് എടുത്തു ചാടി. കയ്യിൽ ഒരു സഞ്ചി പോലുമില്ല. എന്നെ കണ്ട ആനന്ദത്താൽ കണ്ണീർ പൊഴിച്ചു. സുഹൃത്തുക്കളായ രമേശും സുരേഷും ഇത് കണ്ടു. അക്കാലത്ത് വെള്ളക്കാരെ എല്ലാവർക്കും പൊതുവെ ഭയമാണ്. കാരണം അവർ ആൺകുട്ടികളെ ബലമായി പിടിച്ചു കൊണ്ടുപോയി പട്ടാളത്തിൽ ചേർക്കുമെന്നായിരുന്നു വിശ്വാസം. വെള്ളക്കാരൻ എൻ്റെ സമീപം വരുന്നത് കണ്ടതും രമേശ് വീട്ടിലേക്ക് ഓടി അവൻ്റെ അച്ഛനോട് സാഹചര്യം വിശദീകരിച്ചു. ഉടൻ രമേശിൻ്റെ അച്ഛൻ ജീപ്പിൽ വന്ന് ഞങ്ങളെ കയറ്റി സ്ഥലം വിട്ടു. മെസ്സിങ് ജീപ്പിൻ്റെ പിന്നാലെ ഓടി എന്നെ നോക്കി പുഞ്ചിരിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വീട്ടുകാർ അനുവദിച്ചില്ല. അവർ ഞങ്ങളെ വീടിനകത്താക്കി കതകടച്ചു. ഏറെ നേരം കാത്തിരുന്ന ശേഷം മെസ്സിങ് തിരിച്ചു പോകുന്നതിന് മുമ്പ് വാതിലിൽ എഴുതിയിട്ടു: വീട്ടുകാരെ, നിങ്ങൾ മഹാഭാഗ്യവാന്മാർ. നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്ന ഈ ദിവ്യബാലനെ പരിചരിക്കാനും സേവിക്കാനും ഭാഗ്യം ചെയ്ത മഹാസുഗതികൾ. ഈ ബാലനെ കാണാൻ കഴിഞ്ഞ ഞാനും ഭാഗ്യവാൻ. നന്ദി. അതിനുശേഷം അദ്ദേഹം റഷ്യയിലേക്ക് മടങ്ങി. വർഷങ്ങൾക്ക് ശേഷം മെസ്സിങ് വീണ്ടും ഭാരതത്തിലെത്തി. കമലാപുരത്തിൽ ചെന്ന് പഴയ ദിവ്യബാലനെ തിരക്കി. അപ്പോഴാണ് അറിഞ്ഞത് രാജു എന്നല്ല ഇപ്പോൾ ആ ബാലൻ അറിയപ്പെടുന്നത്, സത്യസായി ബാബ എന്നാണ്. പുട്ടപർത്തിയിലോ ബാംഗ്ലൂരിലോ താമസിക്കുന്നു. ഇപ്പോൾ മഹാഗുരുവാണ്. അദ്ദേഹം ഉടൻ ബാംഗ്ലൂരിലെത്തി. എന്നെ ദർശിച്ചു. താൻ അന്നു കണ്ട ബാലൻ തന്നെ ഇത് എന്ന് തിരിച്ചറിഞ്ഞു. ആ ബാലനിൽ അന്നു കണ്ട പ്രഭാവലയം ഇന്നും അദ്ദേഹം ദർശിച്ചു. പിന്നീട് മെസ്സിങ് ബാംഗ്ലൂരിലെ വൃന്ദാവനിൽ വന്ന് പ്രിൻസിപ്പൽ നരേന്ദ്രനെ കണ്ടു. നരേന്ദ്രൻ മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ദാമോദർ റാവു ജഡ്ജിയാണ്. അമ്മാവൻ പ്രഗത്ഭനായ ഡോക്ടർ സുന്ദർ റാവുവും. മെസ്സിങ് വരുന്ന സമയത്ത് അവരും മുറിയിലുണ്ടായിരുന്നു. മെസ്സിങ് അവരോട് പറഞ്ഞു: ഭഗവാൻ ബാബ ഈശ്വരാവതാരമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. സാധാരണക്കാരനെ പോലെ നിങ്ങൾ ബാബയെ കാണുന്നു. സായിബാബയുടെ ചുറ്റിനുമുള്ള തേജോവലയം കണ്ടാലേ ബാബയുടെ യാഥാർത്ഥ്യം മനസ്സിലാകൂ. പിറ്റേ ദിവസം മെസ്സിങ് എൻ്റെ അരികിൽ വന്നു. സന്തോഷാശ്രുക്കളോടെ പറഞ്ഞു: ഭഗവാനെ, എനിക്കെല്ലാം അവിടുന്നാണ്. ഞാൻ ഈ തൃക്കരങ്ങളിലെ ഒരു ഉപകരണം മാത്രം. മെസ്സിങ് കാണാൻ ആഗ്രഹിച്ചതെല്ലാം ചോദിച്ചതെല്ലാം ഞാൻ സമ്മാനിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു: ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു, പക്ഷേ സാധാരണ മനുഷ്യനെ പോലെ അവിടുന്ന് സഞ്ചരിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് അദ്ദേഹം റഷ്യയിലേക്ക് പോയി. ഒരു ദിവസം ഞാൻ പ്രിൻസിപ്പൽ നരേന്ദ്രനുമായി സംസാരിക്കവേ പൊടുന്നനെ മെസ്സിങ് മുറിയിൽ പ്രത്യക്ഷനായി. എങ്ങനെ അദ്ദേഹം വന്നു? ഒരു യാത്രാ ടിക്കറ്റുമില്ലാതെ. അദ്ദേഹം വന്നു, എന്നെ കണ്ടു, അപ്രത്യക്ഷനായി. ഇതൊന്നും മറ്റുള്ളവർക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നതല്ല. സ്വാമി പറഞ്ഞു നിർത്തി. ഒരിക്കൽ ഭഗവാൻ അരുളിയത് ഓർമ്മിക്കുക: എന്നിൽ നിന്നും 3 തരം പ്രകാശരശ്മികൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലെ സ്ഥൂലമായ പ്രകാശം പ്രശാന്തി നിലയത്തിൽ നിറഞ്ഞിരിക്കുന്നു. സൂക്ഷ്മമായത് ഭൂമിയെ മുഴുവനും ആവരണം ചെയ്യുന്നു. മൂന്നാമത്തേതാകട്ടെ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. ഓം തത് സത്ത്.